ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് ഒരു പാനില് കുറച്ച് അമരപ്പയറും പിന്നെ കുറച്ച് ചെറുപയർ പരിപ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ചേർക്കാതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പിലും താഴെയായിട്ട് ചെറുപയർ പരിപ്പെടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കി ഒരു കുക്കറിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാനും പാകത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുക്കറൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. 3ഓ 4ഓ ഒക്കെ മതിയാവും. എൻ്റെ കുക്കറിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അമരക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അമരക്കയെന്നും കൊത്തമരയെന്നും ഒക്കെ പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അമരക്കയെന്നാണ് കൂടുതലും പറയാറുള്ളത്. അപ്പോൾ ഒരു പാനിൽ ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചധികം അമരപ്പയർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ എടുക്കാം. ഇവിടെ ഇത് അധികം കഴിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. കാര്യം കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാനിതിലേക്ക് എരിവൊന്നും അധികം ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം മതിയാവും. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടൊന്ന് വേവിച്ചാൽ മതി. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് അധികം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും അധികം അതിനകത്ത് ഉണ്ട്. അപ്പം ഇത് കളയൊന്നും വേണ്ട. ഇത് നമുക്ക് അതിലേക്ക് തന്നെ ചേർക്കാം. ഇതവിടെ വെച്ചേക്കാം. ഏതാണ്ട് നമ്മുടെ അമരക്കയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലും കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ഇപ്പോഴും ഉണ്ട്. ഒരുപാട് അങ്ങ് വെള്ളം വറ്റിയിട്ടൊന്നും ഇല്ല. അപ്പോൾ അതാണ്ട് കണ്ടോ, ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഞാൻ 2-3 വട്ടമൊക്കെ എടുത്തൊന്ന് മിക്സാക്കി ഇട്ടായിരുന്നു. ഇനി നമുക്കിവിടെ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറുപയർ പരിപ്പിന് പകരം നിങ്ങൾക്ക് തുവരപ്പരിപ്പ് ചേർക്കാം, പിന്നെ കടലപ്പരിപ്പ് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മളാണെങ്കിൽ ഇതിനകത്ത് ഓയിലൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അല്ലെങ്കിൽ തന്നെയും ഈ 2 ഐറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചധികം ചേർക്കുന്നുണ്ട് തേങ്ങ. കാര്യം എൻ്റെ മോൻ ഈ തേങ്ങയൊക്കെ കുറച്ചധികം ചേർക്കുമ്പോഴേക്കും ഈ തോരനൊക്കെ ഞാൻ കഴിച്ചോളും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് തേങ്ങയൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. തേങ്ങയുടെയൊക്കെ ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറട്ടെ. അതുവരെ ഒറ്റ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട്
ഇപ്പോൾ ഇതാണ്ട് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊത്തമരയെന്നോ അല്ലെങ്കിൽ അമരയ്ക്ക കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ വല്ലപ്പോഴും എങ്കിലും ആഴ്ചയിൽ 2-3 വട്ടമെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.